കർത്താവിൻ്റെ കൃപയിൽ ഈ കൂട്ടായ്മയിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുക എന്ന പർപ്പസോടുകൂടെ ഇന്ന് ദൈവം താങ്കളെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിവരുത്തി ഈ സന്ദേശത്തിൻ്റെ ഓരോ ഏടുകളിലേക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കൂട്ടിവരുത്തിയ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നിങ്ങളെ സ്പർശിക്കാതെയോ സംസാരിക്കാതെയോ മൈൻഡ് ചെയ്യാതെയോ ഒന്നും വിടത്തില്ല. നിങ്ങൾക്ക് ഒരു ദാഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൊതിയുണ്ടെങ്കിൽ, നിങ്ങൾ അഗ്രസീവാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശക്തി നിങ്ങളെ സ്പർശിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് പ്രതികരിച്ചാൽ മതി. നിങ്ങൾ അഗ്രസീവാണെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തെ ചാടിപ്പിടിക്കാൻ, ആ ദൈവശക്തിയെ തിരിച്ചറിയാൻ, ആ ദൈവശക്തിയാണെന്ന് നോട്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് കഴിയുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് അതിന് തക്കവണ്ണം പവർ പാക്ഡ് ആണെങ്കിൽ നിങ്ങളെ കർത്താവ് സ്പർശിക്കും. യേശു കർത്താവ് ഒരുപാട് പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പൗലോസും സൗഖ്യമാക്കിയിട്ടുണ്ട്, അപ്പോസ്തലന്മാർ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കിയില്ല. രണ്ട്, യേശു കർത്താവ് സൗഖ്യം കൊടുത്ത വ്യക്തി, യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വ്യക്തി, യേശു കൊണ്ട് നടന്ന വ്യക്തി, യേശു കണ്ണ് തുറന്ന് കാണിച്ചു കൊടുത്ത വ്യക്തി, അവരെല്ലാവരും കർത്താവിനോട്, ദൈവശക്തിയോട് പ്രതികരിച്ചവരായിരുന്നു, റെസ്പോണ്ട് ചെയ്തവരായിരുന്നു. ദൈവശക്തിയുമായി ഡീൽ ചെയ്തവരായിരുന്നു. ഒരു ഡീലിംഗ്, അനോയിൻറ്റിങ് അവർ തിരിച്ചറിഞ്ഞു. അവർ അനോയിൻറ്റഡ് ആണെന്നോ അല്ലെ അവർക്കതിന് കഴിയുമെന്നോ ഒന്നും അവർ ചിന്തിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ പ്രകൃത്യാതീതമായ ഒന്ന് കണ്ടപ്പോൾ, അവരുടെ റബ്ബിമാരിലൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് കണ്ടപ്പോൾ, അവരുടെ നാട്ടിലെങ്ങും ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് പ്രത്യേകതയുണ്ട് എന്ന് തോന്നിക്കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവനെ ദൈവശക്തി തൊട്ടു. ദൈവശക്തിയാണ് കുരുടനെ തുറന്നതും ബധിരനെ കേൾപ്പിച്ചതും, ഞാൻ മരങ്ങൾ നടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ഒരുത്തനെ കൊണ്ട് പറയിച്ചതും, പിന്നെയും കണ്ണിന്മേൽ കൈവച്ച് തുറന്നപ്പോൾ ഞാൻ മനുഷ്യരെ കാണുന്നു എന്ന് പറഞ്ഞതും, ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞതും, ഇതെല്ലാം ദൈവശക്തിയുമായിട്ടുള്ള ഡീലിംഗ് ആണ്. കർത്താവ് എന്നെ വിളിച്ചേക്കുന്നതും, എന്നെ കർത്താവ് ടീച്ച് ചെയ്തേക്കുന്നതും, എന്നെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ദൈവശക്തിയോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യനോട് ഡീൽ ചെയ്യുന്നത് പോലെ അല്ല ദൈവശക്തിയോട് ഡീൽ ചെയ്യുന്നത്. മനുഷ്യനോട് സംസാരിക്കുന്ന പോലല്ല ദൈവശക്തിയോട് സംസാരിക്കുന്നത്. മനുഷ്യനോട് ഇടപെടുന്നത് പോലെ അല്ല ദൈവശക്തിയോട് ഇടപെടുന്നത്. മനുഷ്യൻ ഇടപെടുന്നത് പോലെയുമല്ല ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശബ്ദവും നമ്മളോട് ഇടപെടുന്നത്. അതെനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതെനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതെനിക്ക് ഒരു ക്ലോസർ അറ്റൻഷനിലൂടെ എനിക്കത് തിരിച്ചറിയാൻ പറ്റും. അറ്റൻഷനിലൂടെ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു ക്ലോസർ അറ്റൻഷൻ, അങ്ങനെ ഒരു അറ്റൻഷൻ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ഹോളി സ്പിരിറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. താങ്കൾ പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. നിങ്ങളിലാരും പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കാത്ത വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുകയും
റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ചേർന്ന് രാമേൻ പറഞ്ഞേ. എന്നിട്ട് ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളും യൂട്യൂബിലാണെങ്കിലും സൂമിലാണെങ്കിലും നിങ്ങളൊന്ന് താഴെ ടൈപ്പ് ചെയ്ത്, ഞാൻ ഹോളി സ്പിരിറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ ഹോളി സ്പിരിറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം. അതിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം. കേൾവിക്ക് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. രക്ഷയുടെ ഒരു ക്രിസ്തീയ ജീവിതം, ക്രിസ്തു മാർഗം സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കവചങ്ങളിലൊന്നാണ് കേൾവി എന്ന് പറയുന്നത്. അതൊരു കവചമാണ്. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും കേൾവി എന്ന ഒരു കവചം അല്ലെങ്കിൽ കേൾവി എന്ന ഒരു കഴിവ് നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രക്ഷയെക്കുറിച്ച് കേൾക്കുകയോ രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യുകയോ ചെയ്യത്തില്ല. സോ അതൊരു കവചമാണ്. പല കവചങ്ങളിലൊന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് 8, 10, 15 കവചങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം പറയാനുമുള്ള സമയമില്ല. എല്ലാത്തിനും വ്യക്തമായ വചനങ്ങളും ഉണ്ട്. 10-ൽ കൂടുതൽ കവചങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകവചങ്ങൾ എന്ന് പറഞ്ഞിട്ട് 18 കവചങ്ങൾ നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രം പഠിക്കാൻ പറ്റുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രം 18 കവചങ്ങൾ രക്ഷാകവചങ്ങളാണെന്ന് ഓർക്കണം. ഈ ലേഖകൻ ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പൗലോസാണ് എഴുതിയതെന്ന് നമുക്കൊരു സംശയമുണ്ട്. പൗലോസിൻ്റെ ആ ഒരു ചൊവയൊക്കെ ഉണ്ട് ആ എഴുത്തിനകത്ത്. എന്നാൽ നമുക്കിവിടെ ആരെഴുതി എന്തെഴുതി എന്നുള്ളതല്ല, വ്യക്തിത്വം വ്യക്തമാണ്. അത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതിന്ന് നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ 18 കവചങ്ങളിൽ ഒരു കവചത്തെക്കുറിച്ച് മാത്രമേ നമുക്കൊന്ന് പറയാൻ പറ്റുന്നുള്ളൂ, കേൾവി എന്ന കവചം. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതിന് ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ നോക്കിയേ. Therefore we must pay much closer attention to what we have heard. ഞാൻ എന്താണ് കേൾക്കുന്നത്, ഞാൻ എന്താണ് കേട്ടത്, ഞാൻ കേട്ടിട്ടുള്ളത് എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ട് അത് എൻ്റെ ഇന്നത്തെ ആശ്വാസത്തിനെടുത്തിട്ട് മറന്ന് നാളെ പുതിയൊരു സന്ദേശം കേട്ട് നാളത്തെ ആശ്വാസത്തിനുള്ളത് എടുത്തിട്ട് മറന്ന് മറ്റന്നാൾ പുതിയൊരു സന്ദേശം കേട്ട് അന്നത്തെ ആശ്വാസത്തിനുള്ളത് എടുത്ത് കളയാനുള്ളതല്ല. ദൈവം ഒരു ദൂത കേൾപ്പിക്കുന്നതും സന്ദേശം കൈമാറുന്നതും ദൈവം ഒരാലോചന നിങ്ങളെ അറിയിക്കുന്നതും ഒരു ചിന്ത നിങ്ങളുടെ മേൽ ഇടുന്നതും മനസ്സിലാക്കുക, അതൊരു സീഡാണ്. ആ സീഡിനെ മുളപ്പിക്കേണ്ടത് ഞാനാണ്. കർത്താവ് ഒരു ഉപമ വചനത്തിൽ പറയുമ്പോൾ കർത്താവ് ദാസന്മാർക്ക് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും കർത്താവ് ഓരോരോ സീഡ് വെച്ച് കൊടുത്തു.
അതിൽ ചിലർ വ്യാപാരം ചെയ്തെന്ന് പറയുന്നു, ചിലർ മടിയിൽ വെച്ചെന്ന് പറയുന്നു, ചിലർ കുഴിച്ചിട്ടെന്ന് പറയുന്നു, ചിലർ ഭയങ്കര വലിയ വെളിപ്പാട് പ്രാപിച്ചിട്ട് വിതറാത്തടുത്തുനിന്ന് കൊയ്യുകയും കൊയ്യാത്തടുത്തുനിന്ന് വാരുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള വലിയ റെവലേഷൻ പ്രാപിച്ച് മിണ്ടാതെയും വെച്ചുകൊണ്ടിരുന്നു. സീഡ് മുളപ്പിക്കേണ്ടത് ഞാനാണ്. സീഡ് മുളപ്പിക്കേണ്ടത് ഞാനാണ്. പറഞ്ഞേ, ദൈവം എന്നിലിട്ടിരിക്കുന്ന സീഡ് മുളപ്പിക്കേണ്ടത് ഞാനാണ്. എല്ലാവരും വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മുളപ്പിച്ച് പുറത്തെടുത്ത് നട്ട് വലിയ മരമാക്കി തരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ദൈവം ഇടുന്ന സീഡ് മുളപ്പിക്കേണ്ടത് ഞാനാണ്. അതിനെന്നെ സഹായിക്കാനാണ് ഹോളി സ്പിരിറ്റിനെ എൻ്റെ കൂടെ തന്നേക്കുന്നത്. ഹോളി സ്പിരിറ്റ് എൻ്റെ കൂടെ തന്നേക്കുന്നത്. കാര്യം എന്നാണെന്നറിയാവോ? സീഡ് വെള്ളത്തിനകത്തോട് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അത് വിശ്വാസം എന്ന സീഡായിരിക്കാം, അത് ഗിഫ്റ്റ് എന്ന സീഡായിരിക്കാം, അത് ഡ്രീം എന്ന സീഡായിരിക്കാം, റെവലേഷൻ എന്ന സീഡായിരിക്കാം. കർത്താവിൻ്റെ വചനത്തിനകത്ത് പറയുന്നത് 9 കൃപാവരങ്ങൾ എന്ന സീഡായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, അതെന്തുമായിക്കൊള്ളട്ടെ, ചില ഇന്റർപ്രിട്ടേഷൻ, ഭാഷകളുടെ വ്യാഖ്യാനം, അങ്ങനെ ഒരു സീഡായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തന്നിരിക്കുന്ന സീഡിനെ മുളപ്പിക്കേണ്ടത് ഞാനാണ്. എങ്ങനെ എനിക്ക് മുളപ്പിക്കാൻ പറ്റും? ത്രൂ ദ ക്ലോസർ അറ്റൻഷൻ. ഹോളി സ്പിരിറ്റുമായിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു 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 വല്ലാത്ത ഒരു പ്രണയബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു ക്ലോസർ അറ്റൻഷൻ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാക്കി ഞാൻ വെച്ചാൽ മാത്രമേ കർത്താവ് ഇടുന്ന സീഡിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എനിക്കൊരു ബോധമെങ്കിലും ഉണ്ടാവത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? എനിക്ക് പാപത്തിൽ നിന്ന് എനിക്കൊരു പൂർണ്ണ മോചനം ഉണ്ടായി എന്നുള്ളത്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സകലവിധമാകുന്ന ദുർശക്തികളിൽ നിന്നും പാപ സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ യേശുക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട്, എൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ട്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട്, ഞാൻ ക്രിസ്തുവിൽ ഇന്ന് പുതിയ ഒരു സൃഷ്ടിയാണെന്നും, ഞാൻ ഇനി പാപത്തിൻ്റെ ദാസനല്ലെന്നും, ഞാൻ അടിമയല്ലെന്നും, ഞാൻ ഇപ്പോൾ ആ സൺഷിപ്പിലാണ് എന്നുമുള്ള ഒരു മഹാബോധം എന്നിൽ നിന്ന് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എന്നിൽ നിന്ന് ഒഴുകിപ്പോകുന്നത്? എനിക്കറിയാം, ഞാനിപ്പോൾ ആ സൺഷിപ്പിലാണ്, ഞാനിപ്പോൾ ആ പുത്രത്വത്തിലാണ്, ഞാനിപ്പോൾ ആ ഗ്രേസിലാണ്, ഞാനിപ്പോൾ ആ ഒരു അതോറിറ്റിക്കകത്താണ്, ഞാനിപ്പോൾ ആ ഒരു ഗ്ലോറിക്കകത്താണ്. ഇതെനിക്കറിയാം. ഇത് മനഃപൂർവ്വമായി മറക്കാൻ ഞാൻ തയ്യാറല്ല. ആണോ? അല്ല. ഇത് മനഃപൂർവ്വമായി മറക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ലേഖകൻ പറയുന്നു, ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ സഹോദര സഹോദരി, നീ പ്രാപിക്കുന്ന ദൈവശക്തി, ഐ എം സോറി ടു സേ, ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. നീ പ്രാപിക്കുന്ന ഗിഫ്റ്റുകൾ ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. നീ പ്രാപിച്ചിരിക്കുന്ന വിസ്ഡം ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. നിങ്ങൾക്ക് ദൈവം തരുന്ന ഹെവൻലി കണക്ഷൻസ് ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. ദൈവം തരുന്ന ബന്ധങ്ങൾ ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. ഹോളി ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദൈവം നിങ്ങൾക്ക് തരുന്ന ഫെയ്ത്ത് ഒഴുകിപ്പോകും. എങ്ങനെ? സൂക്ഷിച്ചില്ലെങ്കിൽ. അപ്പോൾ ലേഖകൻ പറയുന്നു, സൂക്ഷിക്കണം. എന്ത്? കേൾക്കുന്നത് സൂക്ഷിക്കണം. 2 കാര്യം സൂക്ഷിക്കണം. നീ കേൾക്കുന്ന കേൾവി ഏത് ആത്മാവിൽ നിന്ന്, അത് സൂക്ഷിക്കണം. ഒരുപാട് പ്രീച്ചിങ്സും ഒരുപാട് ടീച്ചിങ്സും ഇന്ന് നമ്മുടെ ഈ മാധ്യമത്തിനകത്ത് തന്നെ ധാരാളം അവൈലബിൾ ആണ്. പക്ഷേ കേൾക്കുന്ന ടീച്ചിങ്സ് എവിടെ നിന്ന് എന്ന് ഞാൻ സൂക്ഷിക്കണം. എങ്ങനെ എനിക്കത് സൂക്ഷിക്കാൻ പറ്റും? കേൾക്കുന്ന കേൾവിയെ എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? എനിക്കെങ്ങനെ റിജക്റ്റ് ചെയ്യാൻ പറ്റും? എനിക്കെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എനിക്കെങ്ങനെ ഡിക്ലൈൻ ചെയ്യാൻ പറ്റും? നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവുമായി തട്ടിച്ചു നോക്കിയതിന് ശേഷം എനിക്കുള്ളത് ഒഴുകിപ്പോകാതെ കംപ്ലീറ്റ്ലി ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതിലൂടെ, ഹല്ലേലൂയ,
ഇന്ന് ദൈവത്തോട് അങ്ങനെ ഒരു കൃപയ്ക്ക് പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ദൈവമേ, ഞാൻ എല്ലാം കേൾക്കുന്നു, പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കർത്താവേ, ദൈവദാസൻ എല്ലാം ക്ലിയർ ആയിട്ട് അത് ടീച്ച് ചെയ്യുന്നു, ഘട്ടം ഘട്ടമായിട്ട് ടീച്ച് ചെയ്യുന്നു, പക്ഷെ എനിക്കത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, ഞാൻ ഒത്തിരി വചനങ്ങൾ വായിക്കുന്നു, പക്ഷെ എനിക്ക് അതിൽ നിന്ന് അത്യാവശ്യ സമയത്ത് എടുത്തങ്ങോട്ട് പ്രയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എവിടെയോ നീ കേൾക്കുന്നുണ്ട്, പക്ഷെ നിന്റെ വേറെ ഏതോ ഒരു സൈഡിൽ, നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതോ ഒരു മേഖലയിൽ സാത്താൻ വളരെ ചെറിയൊരു സുഷിരമിട്ടിട്ട് നീ ഒരു വഴി കൂടെ കേൾക്കുന്നു, മറ്റൊരു വഴി കൂടെ ചോർത്തിക്കളയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഇന്ന് ആരെയോ അങ്ങനെയുള്ള ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനം കൊണ്ട് നിറയ്ക്കാൻ, ശക്തി കൊണ്ട് നിറയ്ക്കാൻ, മഹത്വം കൊണ്ട് നിറയ്ക്കാൻ, നീ കേൾക്കുന്നത് അധികം സൂക്ഷിക്കത്തക്ക നിലയിൽ ഒരു സ്വർഗീയ കാവൽ നിന്റെ കേൾവിയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ആമേൻ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കേൾക്കുന്നത് അധികം സൂക്ഷിക്കണം. എന്തുകൊണ്ടാ? ഒഴുകിപ്പോകാതിരിക്കാൻ. എന്താ പറയുന്നത് അതിന്? ഒഴുകിപ്പോകുക എന്നിന് ഗ്രീക്ക് പദം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്നത് പരാറിയോ എന്നാണ്. പരാറിയോ. എന്താ ഒഴുകിപ്പോകുക അല്ലെങ്കിൽ പരാറിയോ എന്ന വാക്കിന്റെ അർത്ഥം? പരാറിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർമ്മയിൽ നിന്നും ഒരു കാര്യം മാഞ്ഞു പോകുക. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മറക്കാൻ തയ്യാറാകുമോ? ദൈവം ഉണ്ടെന്നറിയാം, എല്ലാ അനുഭവങ്ങളിൽ നിന്നും അറിയാം. കർത്താവുണ്ട്, യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ മനഃപൂർവ്വം നമ്മൾ ദൈവത്തിൽ നിന്ന് മറക്കാൻ തയ്യാറാകുമോ? ദൈവത്തെ മറക്കാൻ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളാരും കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മറക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിന്ന് എന്നെ മറക്കുമാറാക്കുന്ന എന്തോ ഒന്ന്, എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പ്രാപിച്ചതിനെ കുറിച്ചൊരു ബോധ്യമില്ലാത്ത നിലയിലാക്കുന്ന എന്തോ ഒന്ന്, എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പ്രാപിച്ച ദൈവശക്തിയെ മാറ്റിക്കളയുന്ന ഏതോ ഒന്ന്, അതിനെ ജയിക്കാനുള്ള ഒരു സ്വർഗീയ അഭിഷേകം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു പരാറിയോ, നിന്റെ ഓർമ്മയിൽ നിന്ന് നീ കേട്ടതിനെ മാറ്റിക്കളയുന്നതിനോട് നീ പൊരുതുക. ഒരു ക്ലോസർ അറ്റൻഷൻ എനിക്ക് എന്റെ ദൈവവുമായി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസർ അറ്റൻഷൻ എന്റെ ദൈവവുമായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി, ദൈവശക്തിയുമായി, റെവലേഷൻസുമായി, ഹെവനുമായി എനിക്കൊരു ക്ലോസർ അറ്റൻഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കേൾക്കാൻ തയ്യാറാകണം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ അതിന്റെ പൊരുൾ തിരിക്കാൻ എന്റെ ഉള്ളിൽ ഒരു പ്രേരണ തരികയാണ്. ഞാൻ കേൾക്കുന്നത് മാനുഷിക ജ്ഞാനം കൊണ്ടല്ലാതിരിക്കുന്നു എങ്കിൽ, ഞാൻ കേൾക്കുന്നത് മാനുഷിക പഠനങ്ങളിൽ നിന്നല്ലാതിരിക്കുന്നു എങ്കിൽ, ഞാൻ കേൾക്കുന്നതിന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കാതിരിക്കുന്നു എങ്കിൽ, എന്നെ ദൈവം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചിലത് കൊണ്ട്, ഭൂമിക്ക് ഉപരിതലത്തിൽ നിൽക്കുന്ന പ്രകൃത്യാതീതമായ ഒരു ശക്തി കൊണ്ട് സ്വർഗീയ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ നൽകും. ആമേൻ. ഹല്ലേലൂയ. വചനം നോക്കിക്കേ. താഴേക്ക് വായിക്കുമ്പോ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ കേട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. കണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കേട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ.
കണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. വചനം പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ ആമേൻ ആമേൻ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദൈവവും സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ദൈവവും സാക്ഷ്യം വഹിക്കുന്നു. അതായത് ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് അപ്പോസ്തലന്മാർ നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. ശ്രദ്ധിച്ചേ. കർത്താവിന്റെ രക്ഷയെക്കുറിച്ചുള്ള വചനങ്ങൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോ ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു ഒരു പവർ കട്ട് ഉണ്ടായി. അതായി ഇടയ്ക്ക് പറ്റിയത്. ആമേൻ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലേ ബ്രസീറ്റ ലഖോഷാഖയ ലേ ബറൂസിയ ലഖോഷാന്തല ലേ ബ്രസേറ്റ ബ്രൗഷിഖബ ലറഹൂസ. In the name of Jesus Christ. Holy Ghost, in the name of Jesus Christ. Ele brasatayaba. Okay അല്ലേ? നിങ്ങളുടെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാനിവിടെ പറഞ്ഞു നിർത്തിയേ. നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോയി. ഓക്കെ. അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ ജനം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? യേശു ഈ വാക്ക് ആദ്യം പറഞ്ഞ് നിങ്ങൾ ഭൂലോകത്തെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്തിനാണ്? ഈ കേൾവി എന്ന് പറയുന്ന ഒരു കവചം നിങ്ങളിൽ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ്. കേൾവിയിലൂടെ ഒരു മനുഷ്യ മനുഷ്യൻ കേൾക്കുന്നത് എണ്ണമറ്റത്രയും വാക്കുകളാണെങ്കിലും ആയിരക്കണക്കിനോ പതിനായിരക്കണക്കൊന്നുമില്ല, ആയിരക്കണക്കിന് കാര്യങ്ങൾ മാത്രമേ അവൻ്റെ ഓർമ്മകൾ അല്ല, നൂറുകണക്കിന് കാര്യങ്ങൾ മാത്രമേ അവൻ്റെ ഓർമ്മയ്ക്കകത്ത് നിൽക്കുന്നുള്ളൂ. എന്നാൽ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ കേൾക്കും തോറും അവൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുകയും അവൻ്റെ ഒരു വല്ലാത്ത ആപത്ഘട്ടങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മെഗാ പവർ സുവിശേഷത്തിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആ സുവിശേഷത്തിന്റെ പവർ. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂലോകത്തെങ്ങും പോയി സുവിശേഷം പ്രസംഗിപ്പിൻ. കേട്ടത് സൂക്ഷിച്ചാൽ ഡെലിവറൻസാ. അതുകൊണ്ട് തന്നെയാണ് തുയത്തൈരക്കാരിയായ ലുദിയ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് കേട്ടോണ്ടിരുന്നു. എൻ്റെ ചിന്ത ഇതാണ്, ഒത്തിരിയും പേർ അവിടെ വചനം കേട്ടോണ്ടിരുന്നു. എന്തുകൊണ്ട് ലുദിയയിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി? ഒരു ക്ലോസർ അറ്റൻഷൻ അവൾ കേട്ടതിന് കൊടുത്തു. ഹല്ലേലൂയ. ക്ലോസർ അറ്റൻഷൻ അവൾ കേട്ടതിന് കൊടുത്തു. ഇന്ന് ഇത്രയും ജനം സൂമിലും യൂട്യൂബിലും ഇന്ന് എൻ്റെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് തരുന്ന ഈ ഒരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേൾക്കുന്നതിനകത്തുനിന്നൊരു ക്ലോസർ അറ്റൻഷൻ എന്ന ഒരു നിലവാരം പുലർത്തുവാൻ ആർക്ക് കഴിയുന്നു? അവന്റെ കുടുംബത്തിന്റെ അകത്ത് യേശു കേറും. ആമേൻ. അവന്റെ ഭവനത്തിനകത്ത് യേശു കേറും. ലുദിയയുടെ കേൾവിയിലൂടെയാണ് യേശു ലുദിയയുടെ വീട്ടിൽ കയറിയത്. ആണെന്നോ അല്ലെന്നോ? അതോ ഉപവാസ പ്രാർത്ഥന വെച്ചുകൊണ്ടാണോ? അല്ല. കേൾവി എന്ന് പറയുന്ന ആ ഒരു റൂട്ടിലൂടെ ലുദിയയുടെ വീട്ടിൽ യേശു കയറി. ഒരു ക്ലോസർ അറ്റൻഷൻ ദൈവത്തിന്റെ വചനത്തിന് കൊടുത്തത് ലുദിയ എന്ന വ്യക്തി മാത്രമാണ്. പക്ഷെ വചനം പറയുന്നു അവളുടെ കുടുംബം മുഴുവനും അതിന്റെ റിവാർഡ് മേടിച്ച് സന്തോഷിച്ചു. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും മെസ്സേജ് അറ്റൻഡ് ചെയ്യാനും ടങ്സ് പ്രയർ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ആ വീട്ടിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയാകുന്ന താങ്കളായിരിക്കാം ഉള്ളത്. പക്ഷെ നിങ്ങൾ എപ്പോ കേൾവി എന്ന സാധാരണ തലത്തിൽ നിന്നും
ക്ലോസർ അറ്റൻഷൻ എന്ന എക്സ്ട്രാ ഓർഡിനറി തലത്തിലേക്ക്, പ്രതലത്തിലേക്ക് നിങ്ങൾ കയറുന്നു, ആ സെക്കൻഡിൽ നിങ്ങൾ കയറുന്നതിന് മുന്നേ യേശു നിന്റെ വീട്ടിൽ കയറും. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, എല്ലാവരും യേശുവിനെ കാണാൻ നിന്നു. മുന്നമേ വന്നു. ചിലരൊക്കെ ഹാഫ് ഡേ ലീവ് എടുത്തു, ചിലരൊക്കെ ഡ്യൂട്ടിയിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു, ചിലർ കംപ്ലീറ്റ്ലി ഫുൾ ലീവ് പറഞ്ഞു, കാരണം യേശു ഇന്ന് ഇതിലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ സക്കായി എന്ന് പറയുന്ന മറ്റൊന്നിലും കുറവില്ല, പൊക്കത്തിൽ മാത്രം കുറവുള്ളൊരു മനുഷ്യൻ, ഞാൻ അങ്ങനെ അങ്ങ് പറയുവാണ്. ബാക്കി കുറവുകളൊക്കെ യേശുവിനെ പരിചയപ്പെട്ടപ്പോൾ, യേശുവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ റിവീലായി കിട്ടി, ആരും പറയാതെ തന്നെ റിവീലായി കിട്ടി. സോ ഞാൻ അത് കൂടുതലോട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റെല്ലാരും കൊടുത്തതിനേക്കാൾ ഒരു ക്ലോസർ അറ്റൻഷൻ തന്റെ പ്രവൃത്തിയിലൂടെ സക്കായി തെളിയിച്ചു. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പൊക്കത്തിൽ തികഞ്ഞവനാണ്, വിശ്വാസത്തിൽ തികഞ്ഞവനാണ്, പ്രാർത്ഥനയിൽ തികഞ്ഞവരാണ്, ചർച്ചിൽ മുൻപന്തിയിലാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും സക്കായി അത് തന്റെ പ്രവൃത്തിയിൽ തെളിയിച്ചു. എന്താ അത്? ബലഹീനതയെ എങ്ങനെ അതിജീവിക്കാൻ എനിക്ക് മനസ്സുണ്ട് എന്നതുകൊണ്ട് തെളിയിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ പേര് പറഞ്ഞ് പ്രൊഫസൈ ചെയ്തു യേശു ക്രിസ്തു, സക്കായിയെ വേഗം ഇറങ്ങി വാ, സക്കായിയെ വേഗം ഇറങ്ങി വാ. പേര് പറഞ്ഞ്, പ്രവചനാത്മാവിൽ പേര് പറഞ്ഞ യേശു വിളിച്ചത്. ആദ്യമായിട്ട് കാണുന്നതാ യേശു സക്കായിയും, സക്കായി യേശുവിനെയും. കുഞ്ഞെ, ഞാൻ ദീപു കൃഷ്ണ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മുട്ടുമടക്കുമ്പോൾ തന്നെ എൻ്റെ പേരും ബാക്കി കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുക. ഞാൻ നിങ്ങളെ കുറിച്ചായി പറയുന്നത്, എൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ A to Z കാര്യം കർത്താവിൻ്റെ മുമ്പിൽ തുറന്നതും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു തുറന്നതും നഗ്നവുമായ എൻ്റെ ലൈഫിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ പറ്റും, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ, അത് ക്യാരി ചെയ്ത് കൊണ്ടുവരേണ്ട ഞാനാണ്. എങ്ങനെ പറ്റൂ എന്ന് ചോദിച്ചാൽ ത്രൂ ദ ക്ലോസർ അറ്റൻഷൻ. ലുദിയ എന്തോ തൻ്റെ കയ്യിലിരുന്ന തൻ്റെ അന്നത്തെ ദിവസത്തെ സെയിൽസിനെ കുറിച്ച് താൻ വിചാരപ്പെട്ടില്ല, അന്നത്തെ ചെലവിനെ കുറിച്ച് വിചാരപ്പെട്ടില്ല. ഇനി ദീർഘദൂരം താണ്ടി തനിക്ക് മാർക്കറ്റിന് പോകണം, ഇത് മാർക്കറ്റ് ചെയ്താലേ ഉള്ളൂ തനിക്ക് റവന്യൂ. പക്ഷെ താൻ ആ മാർക്കറ്റിങ്ങിനെ കുറിച്ച് താൻ വിചാരപ്പെട്ടില്ല. എന്തോ ഒന്ന് രക്താംബരം വിൽക്കുന്നവളെ ആകർഷിച്ചു, ആ ആകർഷണ ശക്തിയെ ഞാൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയും, അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. അവൾ ഹൃദയത്തെ തുറന്നു കൊടുത്തപ്പോഴല്ല ദൈവത്തിന്റെ വചനം കയറിയത്, ദൈവത്തിന്റെ വചനത്തിന് അവൾ ഒരു ക്ലോസർ അറ്റൻഷൻ കൊടുത്തു. ഒരു ക്ലോസർ അറ്റൻഷൻ. പ്രസംഗിക്കുന്നവനെ നോക്കിയില്ല, പ്രസംഗിക്കുന്നവന്റെ സൗന്ദര്യം നോക്കിയില്ല, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയെ നോക്കിയില്ല, അദ്ദേഹം എത്രത്തോളം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെന്നൊന്നും നോക്കിയില്ല. പക്ഷെ പ്രസംഗിക്കുന്നവൻ ആത്മാവില പ്രസംഗിക്കുന്ന എന്നുള്ളത് അവൾ മനസ്സിലാക്കി കാണണം. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ക്ലോസർ അറ്റൻഷൻ കൊടുത്തു. അധികം ശ്രദ്ധയോടെ. ഇന്നത്തെ മെസ്സേജിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അധികം ശ്രദ്ധയോടെ ഇരിക്കുന്നത് പോലെ, ഇന്നത്തെ ഈ ദൂത് എന്നോടാണോ എന്ന് നിങ്ങൾ അധികം ശ്രദ്ധയോടെ ഇരിക്കുന്നത് പോലെ, ഇന്നത്തെ മെസ്സേജിനകത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അധികം ശ്രദ്ധയോടെ ഇരിക്കുന്നത് പോലെ, ഇന്ന് മെസ്സേജിനകത്തൂടെ എനിക്കൊരു ദൈവശക്തി വ്യാപരിക്കുമോ, എൻ്റെ മേൽ അത് സ്പർശിക്കുമോ എന്ന് നിങ്ങൾ അധികം ശ്രദ്ധയോടെ ഇരിക്കുന്നത് പോലെ, ലുദിയ ദൈവസന്നിധിയിൽ പത്രോസിനല്ല, പൗലോസിനല്ല, കൂടെ ഇരുന്ന ചേച്ചിമാർക്കല്ല, അവിടുത്തെ പ്രകൃതിക്കല്ല, പുഴയ്ക്കല്ല, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടൊരു ക്ലോസർ അറ്റൻഷൻ. അടുത്ത വചനം പറയുന്നു, ഡോർ തുറന്നു. ഡോർ തുറന്നു. എന്ത് ഡോറാ തുറന്നു? ഹൃദയത്തിന്റെ ഡോർ തുറന്നു. ഹൃദയത്തിന്റെ ഡോർ തുറന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാണ്, നിങ്ങൾ ഈ പേ ചെയ്യുന്നില്ല ഈ അറ്റൻഷൻ, നിങ്ങൾ ഈ പേ ചെയ്യുന്നില്ല ഈ അറ്റൻഷൻ, താല്പര്യം കാണിക്കുന്നില്ലേ ഈ ഒരു അറ്റൻഷൻ? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്, കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം മെസ്സേജ് കേൾക്കുന്നത്. ഇത് നിങ്ങൾ ഒരു അറ്റൻഷൻ പേ ചെയ്യുകയാണ്, നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കുകയാണ്. ഇതിന് നിങ്ങൾ വില കൊടുത്തോണ്ടിരിക്കുക. ഈ അറ്റൻഷൻ, നിങ്ങൾ ഈ കേൾവിക്ക് ഒരു വില കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ജോലിയും നടക്കണം, എനിക്ക് മെസ്സേജിൽ നിന്നും ചിലത് പ്രാപിക്കണം. എന്റെ ഇവിടുത്തെ കാര്യം, വീട്ടിൽ ആരും എനിക്ക് നേരെ വിരൽ ചൂണ്ടാനും പാടില്ല, പരിശുദ്ധാത്മാവ് എന്നെ കുറ്റം വിധിക്കാനും പാടില്ല. നിങ്ങൾ പേ ചെയ്യുന്ന ഈ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ,
ഇത് നിന്റെ ഡോറ് തുറക്കാനുള്ള കീയാണ്. ചിലതൊക്കെ 1 മണിക്കൂറത്തേന് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് നിങ്ങൾ വളരെ ക്ലോസറായി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നല്ലോ. നിങ്ങൾ പേ ചെയ്യുന്നതിന് ദൈവം നിങ്ങൾക്ക് സർവീസ് തരും. അവളുടെ ഡോറ് തുറന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള വകയുണ്ട്. എന്താണെന്നറിയാമോ? അവളുടെ ആജീവനാന്തകാലം ഇനി പിശാചിന് അടയ്ക്കാൻ പറ്റാത്തൊരു ഡോറാ അത്, ഹൃദയത്തിന്റെ ഡോറ്. മോനെ തുറന്ന് കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഡോറ് തുറന്നു കിട്ടണം. യേശു അകത്ത് കയറി കഴിഞ്ഞ പിന്നെ നിന്റെ യാത്രയുടെ ഡോറ് പിശാച് അടച്ചെന്നിരിക്കും. പക്ഷെ നിനക്ക് തുറന്നു കിടക്കുന്ന ആത്മാവിന്റെ ഡോറ് കൊണ്ട് അടഞ്ഞ ആ ഡോറ് തുറക്കാൻ പറ്റും. തലമുറകളുടെ ഡോർ അടച്ചെന്നിരിക്കും. പക്ഷെ നിനക്ക് എന്നേക്ക് മലർക്ക് തുറന്നു കിടക്കുന്ന ഈ തുറന്ന ഡോറിൽ നിന്നുകൊണ്ട് അടഞ്ഞതിനോട് തുറക്ക എന്ന് കൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളിലും കിടപ്പുണ്ട്. എന്തുവാ? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പ്രാപിക്കുന്നതുവരെ വിടിരിക്കണം. ശിഷ്യന്മാരോടും പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം വിടിരിക്കണം. ഈ ശക്തി ധരിക്കുവോളം എന്നൊക്കെ പറയുമ്പം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം പറയാം. ഡേറ്റും സമയവും പറഞ്ഞെന്നുണ്ടെങ്കിൽ ബാക്കി ദിവസം ഫുട്ബോൾ കളിച്ചിട്ട് ആ ദിവസം വന്ന് കാത്തിരിക്കായിരുന്നു. പക്ഷെ കർത്താവ് പർപ്പസ്ഫുള്ളി അത് പറഞ്ഞില്ല. എല്ലാ കാര്യവും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ആമേൻ. ഞാൻ ആ ഒരു പ്രസൻസ് കളയുന്നില്ല. ഹൃദയത്തിന്റെ ഡോറ് തുറന്നു തരാൻ ദൈവം ഇന്ന് ചിലർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡോറ് തുറന്ന് കിട്ടിയാൽ ആഭിചാരം എന്ന് പറയുന്ന സാധനം എനിക്കൊരു സബ്ജക്റ്റേ അല്ല. പൈശാചിക ശക്തികൾ എന്ന് പറയുന്ന സാധനം എനിക്കൊരു സബ്ജക്റ്റേ അല്ല. അന്ധകാരമെന്നും ഇരുട്ടെന്നും പറയുന്ന സാധനം എനിക്കൊരു സബ്ജക്റ്റേ അല്ല. ആത്മാവുള്ളവൻ എഴുതി വെച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹൃദയത്തിന്റെ ഡോറ് തുറന്നിട്ട് ഹോളി സ്പിരിറ്റ് അകത്ത് പ്രവേശിച്ചിട്ട് രക്ഷയുടെ സന്തോഷവും ശക്തിയും അനുഭവിക്കുന്ന ഒരുവൻ ഇങ്ങനെ പറയും, ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത്. ദീപക് പാസ്റ്ററെ വിളിച്ച് വീട്ടിൽ നിന്ന് അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുമെന്നല്ല. ദീപക് പാസ്റ്റർ ഭൂമിയിൽ നോ. ദീപക് പാസ്റ്ററിന്റെ വീട്ടിൽ ഇരുന്ന് ദീപക് പാസ്റ്ററിന്റെ ഈ ഭൂമിയിൽ കെട്ടാനുള്ളത് ഇവിടെ ഇരുന്ന് ഞാൻ കെട്ടും, സ്വർഗത്തിൽ അത് സ്വർഗത്തിലും കെട്ടപ്പെടും. ഇവിടെ ഇരുന്ന് അഴിക്കാനുള്ള ഞാൻ അഴിക്കും, സ്വർഗത്തിലും അഴിയപ്പെടും. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച്, പരിശുദ്ധാത്മാവുള്ള താങ്കളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അധികാരം, പവർ, അതോറിറ്റി, അത് വർക്കൗട്ട് ആകുന്നത് ഡോറ് തുറന്നു കിട്ടിയവന്റെ ജീവിതത്തിലേക്കാണ്. കേട്ടത് അധികം ശ്രദ്ധയോടെ സൂക്ഷിക്കണം. അതെന്നറിയാമോ? നിന്നെ എടുത്തിട്ട് ഒഴുക്കുന്നതാണ് പിശാചിന് എളുപ്പം. ഓടിക്കുന്നതല്ല ഒഴുക്കുന്നത്. നമ്മൾ പിശാചിനെ ഓടിക്കാൻ നിൽക്കുന്നവരാണ്. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്നെ ഒഴുക്കുന്നവനാണ് അവൻ, ഓടിക്കുന്നവൻ അല്ലവൻ എന്ന് പറഞ്ഞാൽ നിന്റെ കാല് നിലത്ത് കുത്താൻ പറ്റരുത്. എവിടെയെങ്കിലും ഗ്രിപ്പ് കിട്ടിയാൽ നീ നിന്നാലോ. സോ നിന്നെ ഒഴുക്കും, അവിശ്വാസത്തിലൂടെ നിന്നെ ഒഴുക്കും, വേണ്ടാത്ത ടീച്ചിങ്സിനകത്തോട് നിന്നെ ഒഴുക്കും, വേണ്ടാത്ത ബന്ധങ്ങൾക്കകത്തോട് നിന്നെ ഒഴുക്കും, വേണ്ടാത്ത വീഡിയോസിനകത്തോട് നിന്നെ ഒഴുക്കും, വേണ്ടാത്ത റീൽസിനകത്തോട് നിന്നെ ഒഴുക്കും, വേണ്ടാത്ത ഗെയിംസിനകത്തോട് നിന്നെ ഒഴുക്കും. അപ്പൊ പിന്നെ ഗ്രിപ്പ് കിട്ടത്തില്ലല്ലോ. നമ്മൾ ഈസി ടു യൂസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നു കൊടുക്കുകയും ചെയ്യും, ഒഴുകി അങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ അല്ല ഇന്നത്തെ ഈ മീറ്റിംഗ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് ഈ സൂമിലുള്ളവരാണെങ്കിൽ, യൂട്യൂബിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഒഴുകാൻ കിടന്നു കൊടുക്കുകയോ നിന്നു കൊടുക്കുകയോ തയ്യാറാകുകയോ ചെയ്യുന്നവരെ അല്ല ഇന്നത്തെ ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ വീടിനകത്ത് യേശു കയറാൻ പോകുക, നിന്റെ ഫാമിലിയിൽ യേശു കയറാൻ പോവുക, നിന്റെ ലൈഫിൽ യേശു കയറാൻ പോവുക, നിന്റെ മിനിസ്ട്രിയിൽ യേശു ഇറങ്ങി നിൽക്കുന്ന ഒരു തലം പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാണ്. കാര്യം ഞാൻ ദൈവ ശബ്ദത്തിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു, ഞാൻ ദൈവ പ്രസൻസിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നു, ഞാൻ ദൂതന്മാർ ഇറങ്ങുന്നുണ്ടോ എന്ന് കൂടുതൽ അറ്റൻഷനോടെ ഞാൻ ശ്രദ്ധിക്കുന്നു.
I want to pay the closer attention to my God. I want to pay the closer attention to my Lord's word. ദൈവത്തിന്റെ ശബ്ദത്തിന് ക്ലോസർ അറ്റൻഷൻ കൊടുക്കാൻ. In the name of Jesus Christ. അങ്ങനെയുള്ളൊരു ജനറേഷൻ, പ്രായം ഒരു വിഷയമല്ല കേട്ടോ, പ്രായം ഒരു വിഷയമല്ല. അങ്ങനെ ശ്രദ്ധിക്കുന്നൊരു ജനറേഷനെ പരിശുദ്ധാത്മാവിന് വേണം. ക്ലോസർ അറ്റൻഷൻ, ക്ലോസർ അറ്റൻഷൻ, ക്ലോസർ അറ്റൻഷൻ. ക്ലോസർ അറ്റൻഷൻ കൊടുക്കുന്ന വ്യക്തി, ഞാൻ പെട്ടെന്ന് നിർത്തുവാട്ടെ, 5 മിനിറ്റിനകത്ത് ഞാൻ നിർത്തും. ക്ലോസർ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയിലൂടെ എന്ത് നടക്കും? ദൈവം വചനം ഉറപ്പിക്കും. ദൈവം വചനം ഉറപ്പിക്കും. കർത്താവ് എന്നാ ചെയ്തേ? ദൈവം അവനെക്കുറിച്ച് ദൈവം സാക്ഷ്യം വഹിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും. ഞാൻ അടയാളം, അത്ഭുതം, വീര്യപ്രവർത്തി, ഇതിൻ്റെ പുറകെ നടക്കണ്ട. ആമേൻ പറയാൻ പറ്റുമോ? അതോ ദേഷ്യം വന്നോ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ? ഞാൻ അടയാളം, അത്ഭുതം, വീര്യപ്രവൃത്തി, ഞാൻ അതിൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇതിനകത്ത് അടയാളത്തിനും അത്ഭുതത്തിനും വീര്യപ്രവൃത്തിക്കും വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെയിലാണ്. ഞാൻ ആദ്യമേ ഫെയിലായി. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാതെ ഞാൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സാക്ഷ്യം പറയുന്നവൻ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുമെന്നും വചനം അവിടുത്തതായതുകൊണ്ട് അവിടുന്ന് ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ഇവിടെ ഇരുന്ന് രഹബോത്ത് പറയണ്ട, പക്ഷെ ഞാൻ രഹബോത്ത് ഉളവായ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ രഹബോത്ത് ഉളവാകും. In the name of Jesus. Holy Ghost, in the name of Jesus. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഫാമിലിയിൽ ഒരു രഹബോത്ത് ഉളവാകും. എൻ്റെ ഫൈനാൻഷ്യൽ മേഖലകളിൽ ഒരു രഹബോത്ത് ഉളവാകും. എൻ്റെ ജോലിയിൽ ഒരു രഹബോത്ത് ഉളവാകും. എൻ്റെ മിനിസ്ട്രിയിൽ ഒരു രഹബോത്ത് ഉണ്ടാകും. എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു രഹബോത്ത് ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ അമ്മമാരുടെ ലൈഫിൽ ഒരു രഹബോത്ത് ഉണ്ടാകും. ഞാൻ രഹബോത്തിനെ പറയണ്ട, രഹബോത്ത് ഉളവാക്കിയവനെ കുറിച്ച് പറഞ്ഞാൽ രഹബോത്ത് ഉണ്ടാകും. In the name of Jesus Christ. വചനം ഇങ്ങനെ പറയുന്നുള്ളൂ. എങ്ങനെ പറയുന്നുള്ളൂ? ദൈവം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് കിടക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി, ദൈവം ചെയ്തും തുടങ്ങി. ആമേൻ. Glory and name of God. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി വന്നോ? നിങ്ങൾ പറ, യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി വന്നോ? യേശു അത്ഭുതം ചെയ്യും, പക്ഷെ യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി വന്നു ഇല്ല. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ലാതെ, പറഞ്ഞതിന് ശേഷം കർത്താവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്നല്ലാതെ കർത്താവ് അത്ഭുതം ചെയ്തിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നില്ല. കാരണം ദൈവം തൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ക്ലോസർ അറ്റൻഷൻ കൊടുത്തവന്റെ ജീവിതത്തിൽ വന്നു. In the name of Jesus. ക്ലോസർ അറ്റൻഷൻ കൊടുത്തവന്റെ ലൈഫിൽ ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് വന്നു. ക്ലോസർ അറ്റൻഷന്റെ പ്രാധാന്യം അത്രയും വലുതാണ് പ്രിയപ്പെട്ടവരെ. ക്ലോസർ അറ്റൻഷന്റെ പ്രാധാന്യം, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. കിടക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇവിടെ ഒരു ഹീലിംഗ് മിനിസ്റ്ററെ കുറിച്ച് പറയുന്നില്ല. Praise the Lord. Glory to God. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ.
ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. വീട്ടിലൊരു വ്യക്തി സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നില്ലേ? വീട്ടിലൊരു വ്യക്തി സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നില്ലേ? എങ്ങനെ സാധിക്കും? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. When you are ready to pay closer attention, more attention to the word of the God. നിങ്ങളുടെ അരികിൽ ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് നിങ്ങൾ ക്ലോസർ ആണെന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങൾ ക്ലോസർ ആണെന്ന് തോന്നുന്നുവെങ്കിൽ, ഇത്രേ അടുത്താണ് ഞാനും നിങ്ങളും എന്നതുപോലെ നിങ്ങൾ ക്ലോസർ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു പ്രവൃത്തി അവിടെ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അതിനകത്ത് സാക്ഷ്യം പറയാനുള്ളവരുണ്ട്. ഇന്നതിന് സാക്ഷ്യം പറയാനുള്ളവർ ഇതിനകത്തുണ്ട്. ഒരു ക്ലോസർ അറ്റൻഷൻ കൊടുക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടും. ഞാൻ ആ വാക്യം വായിച്ച് നിർത്താൻ പോവാണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. നമ്മളിപ്പോഴും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഞാനിപ്പോൾ പാപിയല്ല. ഞാൻ പാപിയായിരുന്നു, പക്ഷെ ഞാൻ പാപിയല്ല. ഞാൻ ശാപം പിടിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ശാപഗ്രസ്തനല്ല. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഞാനിപ്പോൾ പാപി എന്ന തലത്തിൽ നിന്നും യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവൻ എന്ന തലത്തിലേക്ക് ഉയർന്നതുകൊണ്ട്, ശാപഗ്രസ്തൻ എന്ന ആ ഒരു താഴ്ന്ന തട്ടിൽ നിന്നും അനുഗ്രഹ സമ്പൂർണൻ എന്ന ക്രിസ്തുവിന്റെ ആ തലത്തിലേക്ക് ഞാൻ ഉയർന്നതുകൊണ്ട്, ഞാൻ ആ ദിവ്യാത്മാവിനെ ഞാൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഞാൻ ഈ വചനത്തിന് ക്ലോസർ അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ഈ വചനത്തിലെ സകല നന്മകളും എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കും. ഞാൻ ഈ വചനം എൻ്റെ വീടിനകത്ത് ഡിക്ലെയർ ചെയ്താൽ, പ്രൊക്ലൈം ചെയ്താൽ, എൻ്റെ വീടിനകത്ത് ആ വചനം ദൈവം സാക്ഷി നിന്നു എന്ന വചനത്തിൽ പറയുന്നത് കൊണ്ട് ദൈവം സാക്ഷി നിന്ന ആ വചനം എൻ്റെ ജീവിതത്തിനകത്ത് ക്രിയകൾ ചെയ്യും. അത്രയും വിശ്വാസം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. ഈ ബോധ്യത്തിൽ നിന്നാണ് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന് ലേഖകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന് ലേഖകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ബോധ്യത്തിനകത്ത് നിങ്ങളെ നിർത്തത്തില്ലെന്നും, ഇപ്പോഴും എനിക്ക് കഷ്ടതയാണെന്നും, എൻ്റെ വിധി ഇങ്ങനെയാണെന്നും, എൻ്റെ ജാതകം ശരിയല്ലെന്നും, എൻ്റെ നാള് കൊള്ളത്തില്ലെന്നും, എൻ്റെ ബർത്ത് ഡേറ്റ് ശപിക്കപ്പെട്ടതാണെന്നും, എൻ്റെ മേൽ ഇപ്പോഴും പഴയ സാധനം എന്തോ ഇരിപ്പുണ്ടെന്നും ഒക്കെ നിങ്ങളെ തോന്നിപ്പിച്ച് ആ തോന്നലിൽ നിങ്ങൾ ക്ലോസർ അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ആ സാധനമെല്ലാം കൂടെ ടാക്സി പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന് സ്ഥിരതാമസം തുടങ്ങും. ഒഴുകരുത്, 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 ഒഴുകരുത്. നീ ഒഴുകുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് നീ ഒഴുകുക. നീ സഞ്ചരിക്കുന്നെങ്കിൽ ഗ്ലോറി മൂവിൽ നീ സഞ്ചരിക്കുക. നീ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക. നിന്നെ ഒഴുക്കാൻ ശ്രമിക്കുന്നതിനെ നീ കെട്ടണം. ഈ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളെ ഒഴുക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് തകർക്കണം. ഈ ഗ്ലോറി ലൈഫിൽ നിന്ന്, ഈ ഗ്ലോറിയസ് റിലത്തിൽ നിന്ന് നിങ്ങളെ ഒഴുക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ ജയിക്കണം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ കണ്ണുകളും പരിശുദ്ധ സന്നിധിയിൽ അടയട്ടെ. ഓ ദ ഗ്ലോറിയസ് ഗാഡ് ഷബൽ ഖമോഷസി. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഹോളി ഗോസ്റ്റ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ, സ്പിരിറ്റിലൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി സർപ്പാസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ
ബോഡിയിലേക്ക്, നിങ്ങളുടെ ശരീരം തിരിച്ചറിയുന്ന നിലയിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുവാണ്. ചിലരുടെ സ്പിരിറ്റിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു, ചിലരുടെ സ്പിരിറ്റിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും സൂമിൽ കാണുന്നവരാണെങ്കിലും നിങ്ങൾ ഈ കേൾവിക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നുവെങ്കിൽ ഒരു പുതിയ തലം പരിശുദ്ധാത്മാവ് തുറന്നുകൊണ്ടിരിക്കുന്നു. വലിയ ദൈവമഹത്വം ജീവിതത്തിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നീ കണ്ണ് തുറന്ന് സ്ക്രീനിൽ നോക്കുന്നെങ്കിലും ഈ സ്ക്രീനിൽ നിന്നൊരു ദൈവശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. നീ കണ്ണടച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. കാരണം രണ്ടിടത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദിവ്യ ശക്തിയാണ്. നിന്നെ ബ്ലോക്ക് ചെയ്ത സകല സിസ്റ്റവും, നിന്നെ ലോക്ക് ചെയ്ത ലോക്കും പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ അൺലോക്ക് ചെയ്യുകയാണ്. നിന്റെ ലൈഫിൽ നിന്ന് ഇളകി മാറത്തില്ലെന്ന് പറയുന്ന ചിലതിനെ ദൈവാത്മാവ് ദിവ്യ ശക്തിയിൽ ഇളക്കി മാറ്റുകയാണ്. Holy Ghost in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ പ്രകൃത്യാതീതമാകുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരെ ചൊല്ലി കരയുന്നോ, കരയുന്നവന്റെ മേൽ ദൈവത്തിന്റെ കരം തൊടുന്നു. നിങ്ങൾ എന്തിനെ ചൊല്ലി കരയുന്നോ, കരയുന്നതിന്റെ മേൽ ദൈവകരം തൊടുന്നു. In the name of Jesus. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല സംഭവം ഉണ്ടാകും എന്ന് കേട്ടു. എന്നാൽ ഉടനെ അടുത്തൊരു സ്വരം അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ ചില വാക്കുകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. എലിശബത്ത് എന്ന് പറയുന്ന വൃദ്ധയായ സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുമെന്ന് അരുളി ചെയ്തത് മനുഷ്യനല്ല, ദൂതനായിരുന്നു, ഗബ്രിയേൽ ദൂതൻ. വേണ്ടടാ, തന്റെ ഭർത്താവ് തന്നെ ഉടനെ അതിന് വിരോധമായി നാക്കുകൊണ്ട് സംസാരിക്കുന്നു. അവൾ വയസ്സ് ചെന്നവളല്ലേ, ഞാൻ ഇതെന്തൊന്നിനാൽ അറിയും. അങ്ങനെയൊക്കെ നടക്കുമോ? അതിനടയാളം എന്ത്? അതിന് സാധ്യത ഉണ്ടോ? ഇപ്പോഴും സ്കാനിംഗ് റിപ്പോർട്ട് കയ്യിലിരിപ്പുണ്ട്. ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ദൈവ ശബ്ദത്തിന് എതിരെ സംസാരിക്കുമെന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ അത് നിന്നിൽ ഒരു എക്സ്പ്രസ് വേഗതയിൽ സംഭവിക്കാനുള്ള കാര്യമാണെങ്കിൽ തമ്പുരാൻ ചിലതിനെ സൈലന്റ് ചെയ്തിരിക്കും. സെഖര്യാവിന്റെ അധരത്തെ തൊട്ടു. നീ ഇനി കൂടുതൽ സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ തന്നെ സംസാരിച്ച് വഷളാക്കി ദൂതിനെ കെട്ടും. നീ തന്നെ സംസാരിച്ച് വഷളാക്കി വരുന്ന വിടുതലിനെ കിട്ടും. അതുകൊണ്ട് ഭർത്താവായാലും പുരോഹിതനായാലും ശുശ്രൂഷകനായാലും ദൈവശബ്ദത്തിന് വിരോധമായി സംസാരിക്കുന്നു എന്ന് കണ്ടാൽ ദൈവം തൊടും. അതെന്നേക്കുമായിട്ടുള്ള തൊടലൊന്നും അല്ല, നിനക്കൊരു ഡെലിവറൻസ് നടക്കുന്നത് വരെ തൊടും. ചിലതിനെയൊക്കെ ദൈവം സൈലന്റ് ആക്കി വെച്ചേക്കുന്നു. അതുകൊണ്ടാട്ടോ ഒത്തിരി സംസാരിക്കാൻ അനുവദിക്കാത്ത. അതുകൊണ്ടാട്ടോ സംസാരിച്ചു വഷളാക്കും. പ്രാർത്ഥിച്ചു വഷളാക്കും എന്ന് പറയുന്ന പോലെ സംസാരിച്ചു വഷളാക്കും. ഹല്ലേലൂയ. കാര്യം ശുശ്രൂഷകനൊക്കെ തന്നെ, പക്ഷെ ദൂതൻ ഇറങ്ങിയപ്പോ കാര്യം തിരിഞ്ഞു. ശുശ്രൂഷകനാണെങ്കിലും വിശ്വാസിയുടെ അത്ര വിശ്വാസം പോലും ഇല്ലാതായി മാറി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ ഇന്ന് മറുഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, പ്രായം ദൈവത്തിനൊരു വിഷയമേ അല്ല, സാഹചര്യം വിഷയമേ അല്ല, നിയമങ്ങളൊരു വിഷയമേ അല്ല. ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. ലുദിയ രാവിലെ ഇറങ്ങിയത് ഇങ്ങനൊരു പ്രതീക്ഷയിലല്ല. ഇന്ന് കംപ്ലീറ്റും രക്താംബരം, ഇന്ന് കംപ്ലീറ്റും ഇന്നത്തെ എൻ്റെ കമ്പിളി മുഴുവൻ ഞാൻ സെല്ല് ചെയ്തിട്ടേ വീട്ടിലേക്ക് വരത്തുള്ളൂ. പക്ഷേ കർത്താവ് കൊടുത്തുവിട്ടത് അവളുടെ കുടുംബത്തിന് മുഴുവനും വേണ്ടുന്ന രക്ഷയുടെ ഗിഫ്റ്റായിരുന്നു. ആദ്യമായിട്ടാണോ ഈ സന്ദേശം കേൾക്കുന്നേ? കുടുംബത്തിന് മുഴുവനുമുള്ളൊരു ഗിഫ്റ്റ് നിന്നെ ദൈവമേൽപ്പിക്കുകയാണ്. നഷ്ടമാകാതെ, തുളുമ്പിക്കളയാതെ,
വഴിയിൽ കളഞ്ഞിട്ട് പോകാതെ കേട്ടത് അധികം ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടാൽ നിങ്ങളെയും കുടുംബത്തെയും ഒഴുക്കിക്കളയുന്ന ചിലതിനെ ദൈവം ഡീൽ ചെയ്യും. കാരണം വചനം കർത്താവ് പറഞ്ഞു, ദൈവം പ്രവൃത്തി ചെയ്തു. വചനം കർത്താവ് പറഞ്ഞു, ദൈവം പ്രവൃത്തി ചെയ്തു. പിതാവേ, ഞാൻ ഈ ജനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ ജനത്തിനായും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവരുടെ ലൈഫിൽ കേട്ടതധികം സംരക്ഷിച്ചു കൊള്ളുവാനുള്ളൊരു ദൈവകൃപ ഈ മക്കൾക്ക് ദൈവം കൊടുക്കണം. തുളുമ്പിപ്പോകാൻ അനുവദിക്കരുത്, ശത്രു ഒഴുക്കാൻ അനുവദിക്കരുത്. പിശാചും മനുഷ്യരും ഇവർക്കെതിരെ വെച്ച സകല തടങ്ങലും ദൈവശക്തിയാൽ തകർന്നു മാറി ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇവരുടെ കണ്ണ് അത്ഭുതം കാണട്ടെ. ഇവർ ദൈവമഹത്വം ചുമക്കുന്നവരാക്കി ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. 4 ദിക്കിലും സാത്താനിട്ട സകല വലയവും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു, തുറക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു മഹത്വം കർത്താവിനെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. എത്ര പേർ ദൈവ സാന്നിധ്യം അനുഭവിച്ചു? അവരൊരു ആമേൻ പറയുകയോ കരങ്ങളൊന്ന് ഉയർത്തി കാണിക്കുകയോ ചെയ്തേ. ആമേൻ, പ്രൈസ് ടു ജീസസ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എല്ലാ ദൈവമക്കൾക്കും അറിയാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ കൃപയാൽ ഈ മീറ്റിംഗ് നടത്തി വരുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അറിയിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് സാഹചര്യവും സമയവും നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ നേരിൽ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും, ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കും. ശ്രദ്ധിക്കുക, പ്രെയർ ലൈൻ നമ്പർ അല്ല ഈ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് പ്രെയറിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത്. ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു നമ്പറാണ്. സോ പ്രെയർസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മാത്രം നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വാട്സാപ്പിലായിരിക്കും കൂടുതൽ അവൈലബിൾ ആകുക. നേരിട്ട് വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കുന്ന സമയം എടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രം. അല്ലാതെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സമയം ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വരണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത്, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങൾ ആ ഗോസ്പൽ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി മാറിയാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവും നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.